വെൽക്കം ബാക്ക് ടു ഡോക്ടർ കോഡേഴ്സ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് CPC എക്സാം എഴുതാൻ പോകുന്ന ഓരോരുത്തർക്കും മസ്റ്റായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്കറിയാം, നമുക്ക് CPC എക്സാമിന് അനാറ്റമി ക്വസ്റ്റ്യൻസിന് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ നിന്ന് കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ അനാറ്റമി ക്വസ്റ്റ്യൻസും മെഡിക്കൽ ടെർമിനോളജിയും ഒക്കെ എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് യൂഷ്വലി നമ്മളൊരു മെഡിക്കൽ കോഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹോൾ അനാറ്റമി സിലബസ് അങ്ങോട്ട് എടുത്തു തരും, എല്ലാ ചാപ്റ്റേഴ്സും എടുത്തു തരും. അതുപോലെ ഒരു മെഡിക്കൽ ടെർമിനോളജീൻ്റെ ഒരു PDF മൊത്തത്തിൽ അങ്ങോട്ട് തരും. അപ്പം ഇതൊക്കെ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുകാർക്കാണെങ്കിൽ അവർക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാൽ പോലും അവർക്കത് കവർ ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ ഒരു ഐഡിയയും ഇല്ലാത്തൊരു നോൺ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുകാർക്കൊക്കെ അത് എന്തായാലും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്, അതൊരു ഓവർലോഡ് തന്നെയാണ്. നമുക്ക് ഓൾറെഡി ഈ മെഡിക്കൽ കോഡിങ്ങിൻ്റെ സബ്ജക്ട്സ് ICD-യും CPT ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ടാവും. അതിൻ്റെ പുറമെ ഈ അനാറ്റമിയൊക്കെ ഹോൾ ചാപ്റ്റർ, ഹോൾ സിലബസ് ഇതിനു വേണ്ടി പഠിക്കുകയെന്ന് വെച്ചാൽ അത് കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു കുറച്ച് ഈസി ടിപ്സും നമ്മൾ ICD CPT ബുക്കിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ അനാറ്റമി ക്വസ്റ്റ്യൻസും കൂടെ കറക്റ്റാക്കി എടുക്കാൻ പറ്റും എന്നുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം, നമ്മുടെ അനാറ്റമി ക്വസ്റ്റ്യൻസ് യൂഷ്വലി നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഈ റിപ്പീറ്റഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മളെ അടുത്ത് കുറേ ഉണ്ട്. അപ്പം എൻ്റെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിൻ്റെ 10 days പ്രിപ്പറേഷൻ ക്ലാസ്സിനൊക്കെ ജോയിൻ ചെയ്യുന്നവരുടെ അടുത്തൊക്കെ ഞാൻ ആ ഡോക്യുമെൻ്റൊക്കെ ഷെയർ ചെയ്യാറൊക്കെ ഉണ്ട്. നിങ്ങൾ കോഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പം അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ പോലും സ്റ്റുഡൻസ് പറയാറുണ്ട്, ഒരു ക്വസ്റ്റ്യനൊക്കെ അതിൽ നല്ല വേറെ പുറമേ നിന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് പറഞ്ഞു തരാറുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ആ ഡോക്യുമെൻറ്റിൽ നല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ അത് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും, അത് നമുക്ക് ബുക്കിൽ നിന്ന് തന്നെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എല്ലാം പറ്റുന്നല്ല, എന്നാലും നമുക്കൊരു പരിധി വരെ നമുക്ക് ഈ ബുക്കിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനുള്ള ടിപ്സാണ് ഞാൻ ഇനി പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ, അനാറ്റമിക്കൽ ഇല്ലസ്ട്രേഷൻ. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള നിങ്ങൾക്ക് എക്സാമിന് കൊണ്ടുപോകാൻ പറ്റുന്ന ICD ബുക്കിലും CPT ബുക്കിലും നമുക്കിങ്ങനെ അനാറ്റമിക്കൽ ഇല്ലസ്ട്രേഷൻസും പറഞ്ഞിട്ട് കുറേ അനാറ്റമി ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതെവിടെയാണുള്ളത്? ഇത് ICD ബുക്കിലാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ആൽഫബറ്റിക് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ടാണ് ഈ അനാറ്റമിക്കൽ ഇല്ലസ്ട്രേഷൻസ് വരുന്നത്. അതായത് നമ്മൾ ജനറൽ കോഡിംഗ് ഗൈഡ് ലൈൻസ്, ചാപ്റ്റർ സ്പെസിഫിക് കോഡിംഗ് ഗൈഡ് ലൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടല്ലോ ICD ബുക്കിൻ്റെ. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ആൽഫബറ്റിക് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് അനാറ്റമിക്കൽ ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോ സിസ്റ്റം ബൈ സിസ്റ്റം ഒക്കെ ആയിട്ട് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ലൈക്ക് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫിഗർ, മസ്ക്യുലോസ്കെലറ്റൽ സിസ്റ്റം, അതിൽ ബോൺസിൻ്റെ അനാറ്റമി, മസിൽസിൻ്റെ അനാറ്റമി, പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, മെയിൽ ഫീമെയിൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും അനാറ്റമിക്കൽ ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ICD ബുക്കിൽ ഞാൻ പറഞ്ഞു ആൽഫബറ്റിക് ഇൻഡെക്സിൻ്റെ മുന്നിലായിട്ടാണുള്ളത്. ഇനി CPT ബുക്കിൽ എവിടെയാണ് തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഓരോ ചാപ്റ്ററിന്, ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ ഫിഗർ, മസ്ക്യുലോസ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ അനാറ്റമിക്കൽ ഇല്ലസ്ട്രേഷൻ, അങ്ങനെയും തന്നിട്ടുണ്ട്. ഓക്കെ, ഓരോ ചാപ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആ പെർട്ടിക്കുലർ ചാപ്റ്റർ ഏതാണോ എന്ന് വെച്ചാൽ അതിൻ്റെ അനാറ്റമിക്കൽ ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാം നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി. ഇത് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടതല്ല. ഓക്കെ, ലങ്സിൻ്റെ ലോബ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്പർ ഓഫ് ലോബ്സ് ഓഫ് ലങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓൾറെഡി എൻ്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഡോക്യുമെൻറ്റിലുള്ളതാണ്. ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ നിങ്ങളത് പഠിച്ചിട്ടില്ല, ഇനിയിപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു പക്ഷേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കിത് കൺഫ്യൂസിങ് ആണ്. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലോബ്സ് ഓഫ് ലങ് എന്ന് പറഞ്ഞാൽ ലങ് റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ളതാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ആ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ അനാറ്റമിക്കൽ ഇല്ലസ്ട്രേഷൻ എടുക്കാം. either നിങ്ങൾക്ക് ICD ബുക്കിൽ ആൽഫബറ്റിക് ഇൻഡെക്സിന് മുന്നേ പോയിട്ടുള്ള സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് CPT ബുക്കിലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ചാപ്റ്റർ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ICD ബുക്കിലത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ICD ബുക്കിലെ അനാറ്റമിക്കൽ ഇല്ലസ്ട്രേഷൻ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം വരുന്നത്. അപ്പോൾ അതിൽ ലങ്ങിൻ്റെ ലോബ്സ് ആണല്ലോ നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലങ്ങിൻ്റെ അനാറ്റമി എടുക്കാം. അപ്പോൾ അവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സുപ്പീരിയർ ലോബ്, റൈറ്റ് മിഡിൽ ലോബ്, റൈറ്റ് ഇൻഫീരിയർ ലോബ്, 3 ലോബ്സ്.
അതുപോലെ ലെഫ്റ്റ് സുപ്പീരിയർ ആൻഡ് ലെഫ്റ്റ് ഇൻഫീരിയർ 2 ലോബ്സ്. ഓക്കെ, അപ്പം റൈറ്റിൽ 3 ലോബ്സും ലെഫ്റ്റിൽ 2 ലോബ്സും ആണെന്ന് നമുക്ക് ICD ബുക്കിൽ നിന്ന് തന്നെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് അനാറ്റമി ക്വസ്റ്റ്യൻസ് ബുക്കിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. ഇങ്ങനെ മാത്രമല്ല, വേറെ കുറേ വഴികളുണ്ട്, നോക്കാം. അതിന് മുന്നേ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും എക്സാമിന് ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സ്ട്രക്ചർ വിച്ച് ക്യാരീസ് യൂറിൻ ഫ്രം കിഡ്നി ടു യൂറിനറി ബ്ലാഡർ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഏത് സ്ട്രക്ചറാണ്? യൂറീത്രയാണോ, യൂറീറ്റർ ആണോ, വേറെ വല്ലതും ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ ഈ പറഞ്ഞ പോലെ യൂറിനറി ബ്ലാഡറിന്ന് കിഡ്നി ടു യൂറിനറി ബ്ലാഡർ എന്ന് പറഞ്ഞാൽ ഏതിലാണ് വരിക? യൂറിനറി സിസ്റ്റത്തിലാണ് വരുന്നത് അല്ലേ? അപ്പം നമ്മളിതാ ICDയിൽ അതുപോലെ ഈ അനാറ്റമിക്കൽ ഇല്ലസ്ട്രേഷൻസ് ഇങ്ങനെ പേജസ് മറിച്ച് നോക്കിയാൽ നമുക്കതിൽ യൂറിനറി സിസ്റ്റത്തിൻ്റെ അനാറ്റമി കാണാൻ പറ്റും. അതിൽ നിങ്ങൾ നോക്കുക, കിഡ്നി എവിടെയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. കിഡ്നി ടു യൂറിനറി ബ്ലാഡർ എന്താണ് കണക്ട് ചെയ്തിട്ടുള്ളത്? അപ്പോൾ നിങ്ങൾക്കൊരു ലോങ് ട്യൂബ് പോലെ കാണാൻ പറ്റും, അതിൻ്റെ പേരാണ് യൂറേറ്റർ. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുകാർക്കൊക്കെ ഓൾറെഡി അറിയുന്നുണ്ടാവും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വേറെ ഒരു ടിപ്പ് തരാം. ആൽഫബറ്റിക് ഇൻഡെക്സ് ഓഫ് ICD ബുക്ക്. ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ നമുക്ക് ICD ബുക്കിന് നമുക്കറിയാം. ICD ബുക്കിൽ ആൽഫബറ്റിക് ഇൻഡെക്സും ഉണ്ട്, ടേബിളാർ ലിസ്റ്റും ഉണ്ട്. അതിൽ ആൽഫബറ്റിക് ഇൻഡെക്സ് നാവിഗേറ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ ആൽഫബറ്റിക് ഇൻഡെക്സ് എടുക്കുക അതൊന്ന് നോക്കാം. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ വാർത്തിൻസ് ട്യൂമർ ആണ്. വാർത്തിൻസ് ട്യൂമർ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഇത് അത്ര നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ അത്ര ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല. വാർത്തിൻസ് ട്യൂമർ എന്തിൻ്റെ ട്യൂമറാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? വാർത്തിൻസ് ട്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു ഡിസീസ് കണ്ടീഷനാണ്. അപ്പോൾ ഡിസീസ് കണ്ടീഷൻ നമ്മൾ എവിടെ പോയി സെർച്ച് ചെയ്യുക? ICD ബുക്കിൽ ആൽഫബറ്റിക് ഇൻഡെക്സിൽ Wയിൽ പോയിട്ട് വാർത്തിൻസ് ട്യൂമറിന് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് അവിടെ എന്ത് കിട്ടി? വാർത്തിൻസ് ട്യൂമർ എന്നുള്ളത് അവർ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് നിയോപ്ലാസം സലൈവറി ഗ്ലാൻഡ് ബിനൈൻ. അപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടി. വാർത്തിൻസ് ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ? സലൈവറി ഗ്ലാൻഡിൽ കാണുന്ന ഒരു ബിനൈൻ നിയോപ്ലാസം ആണ് വാർത്തിൻസ് ട്യൂമർ. ഓക്കെ, അപ്പം ഇങ്ങനെ ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ അനാറ്റമിയിൽ ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ആൽഫബറ്റിക് ഇൻഡെക്സിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടിപ്പാണ് ഇല്ലസ്ട്രേറ്റഡ് അനാറ്റമിക്കൽ ആൻഡ് പ്രൊസീജിയറൽ റിവ്യൂയിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത് നമുക്ക് എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? ഇത് നമുക്ക് CPT ബുക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. ഇല്ലസ്ട്രേറ്റഡ് അനാറ്റമിക്കൽ ആൻഡ് പ്രൊസീജിയറൽ റിവ്യൂ ബുക്കിൽ ഇൻട്രൊഡക്ഷൻ്റെ ഒക്കെ ശേഷം ഈ ആൻഡം ചാപ്റ്ററിൻ്റെ മുന്നേ ആയിട്ട് കാണാൻ പറ്റും. അതിൽ കുറേ പ്രിഫിക്സിൻ്റെയും സഫിക്സസിൻ്റെയും റൂട്ട് വേർഡ്സിൻ്റെയും ഒക്കെ മീനിങ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയാത്ത ഒരു ടേമിൻ്റെ മീനിങ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതൊന്ന് റെഫർ ചെയ്യാം. ഓക്കെ, അതിന് പ്രിഫിക്സും സഫിക്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. കോൾപോറാഫി എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോൾപോറാഫി. ഓക്കെ, അപ്പോൾ റാഫി ഒരു സഫിക്സ് ആണ്. അത് നിങ്ങൾ ഈ ഇല്ലസ്ട്രേറ്റഡ് അനാറ്റമിക്കൽ ആൻഡ് പ്രൊസീജിയറൽ റിവ്യൂവിൽ നമുക്ക് സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സഫിക്സസ് തന്നിട്ടുണ്ട്. അതിൽ കാണാൻ പറ്റും. ഞാൻ അവിടെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട്. റാഫി ഇസ് സർജിക്കൽ, റിപ്പയർ ഓർ സ്യൂച്ചർ. ഓക്കെ, ഇനി കോൾപോ എന്താണെന്ന് അറിയാത്തവരാണെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കോൾപോ നിങ്ങൾക്ക് നിങ്ങൾക്ക് CPT ബുക്കിൻ്റെ ലാസ്റ്റിൽ നമുക്ക് ഒരു ഇൻഡെക്സ് വരുന്നുണ്ട്, പ്രൊസീജിയേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഇൻഡെക്സ്. അതിൽ നിങ്ങൾ കോൾപോ സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കതിൽ കാണാൻ പറ്റും കോൾപെക്ടമി. കണ്ടോ, ഞാനവിടെ മൂന്നാമത്തെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുള്ളത്. കോൾപെക്ടമിയിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? വെജൈനെക്ടമി. അപ്പോൾ കോൾപോ എന്ന് പറഞ്ഞാൽ എന്താ? വെജൈന. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, വെജൈനൽ, റിപ്പയർ ഓർ സ്യൂച്ചർ. അപ്പം നിങ്ങൾക്ക് അതെടുക്കാം. ഓക്കെ, ഇനി CPT ബുക്കല്ല ICD ബുക്കാണെങ്കിലും നിങ്ങൾ ICD ബുക്കിൻ്റെ ആൽഫബറ്റിക് ഇൻഡെക്സിൽ പോയി സെർച്ച് ചെയ്യുക. കോൾപോ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കോൾപൈറ്റിസ്, കോൾപോസിൽ, കോൾപോസിസ്റ്റൈറ്റിസ് ഒക്കെ കാണാൻ പറ്റും. ഈ കോൾപൈറ്റിസിൻ്റെ ഡയറക്റ്റ് ചെയ്തിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? വെജൈനൈറ്റിസ്. ഓക്കെ, കോൾപൈറ്റിസ് ഇസ് വെജൈനൈറ്റിസ് മീൻസ് കോൾപോ ഇസ് വജൈന. അങ്ങനെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാനുള്ളത്. ഇതൊക്കെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. നമുക്ക് കോൾപോറാഫി എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡയറക്റ്റ് അറിയേണ്ട ആൻസർ ആണ്. നിങ്ങൾക്കിത് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വളഞ്ഞ വഴിയിൽ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ഇതിന് കുറേ സമയം ഒഴിവാക്കി കഴിഞ്ഞാൽ, ചിലവഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ
CPT ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സമയം കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ക്വിക്കായിട്ട് എടുക്കുക, ക്വിക്കായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ലാസ്റ്റിലോട്ട് മാറ്റി വെക്കുക, ഫ്ലാഗ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് ടിപ്സ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലത്തെ കുറേ ടിപ്സ് ഞാൻ എൻ്റെ 10 days പ്രിപ്പറേഷൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നവർക്ക് ഓൾറെഡി ഷെയർ ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ ഓൾറെഡി അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിനൊക്കെ അറിയാൻ പറ്റും. ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ്സിന് സമയത്ത് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ക്ലാസ്സിന് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം, അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് അനാട്ടമി ക്വസ്റ്റ്യൻസും മെഡിക്കൽ ടെർമിനോളജീസൊക്കെ കുറേയൊക്കെ ഞാൻ ഈ ക്ലാസ്സിന് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് പുറമെ വന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ യൂസ് ചെയ്യാം. നിങ്ങൾക്കൊരു പരിധിവരെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു.